നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ നാളെ FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. ബാഴ്സലോണയുടെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം 7:45 ആ പോരാട്ടം നടക്കുന്നത്. ഇന്റർ മിലാൻ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ബാഴ്സലോണയെ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഈ കളി എന്ന കാര്യം ശ്രദ്ധിക്കുക. ബാഴ്സക്ക് ആ തോൽവി വലിയ രൂപത്തിൽ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അൻസി ഫ്ലിക്കും അതുപോലെ ആഞ്ചലോട്ടിയും ആ കളിയെക്കുറിച്ച് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പ്രതിപാദിക്കുകയുണ്ടായി. ആദ്യം ആഞ്ചലോട്ടി പറഞ്ഞ വാക്കുകൾ നോക്കാം. ആഞ്ചലോട്ടി പറയുന്നു, ഇന്റർ വേഴ്സസ് ബാഴ്സലോണ, ഞാൻ ആ മത്സരം കണ്ടിരുന്നു. അത് ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ളൊരു പോരാട്ടമായിരുന്നു, വളരെ ഈക്വലായിട്ടുള്ള പോരാട്ടമായിരുന്നു, വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. ഇന്റർ മിലാന് ഞാൻ കൺഗ്രാജുലേഷൻസ് പറയുന്നു. പക്ഷേ ബാഴ്സലോണ ഫൈനൽ കളിക്കുന്നതിന് തൊട്ടരികിലായിരുന്നു. ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വളരെ മികച്ചതായിരിക്കും. കാരണം വിതൗട്ട് എ ഫേവറിറ്റുകളില്ലാത്തൊരു ഫൈനൽ, അത് വളരെ മികച്ചൊരു പോരാട്ടമായിരിക്കുമെന്നാണിപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ബാഴ്സലോണയുടെ പ്രകടനത്തെ അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട്. പക്ഷേ ഇന്ററിന് അദ്ദേഹം അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഫ്ലിക്ക് പറയുന്നു, ആ തോൽവിക്ക് ശേഷം ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ററിനെതിരെയുള്ള ഡിഫീറ്റ് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഞങ്ങളിപ്പോൾ നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും ബെസ്റ്റ് ഫോമിലേക്ക് ഞങ്ങൾ മടങ്ങിയെത്തുക എന്നുള്ളതാണ്. അതിന് നാളെ തീർച്ചയായിട്ടും പരിശ്രമിക്കും എന്നുകൂടി ഫ്ലിക്ക് പറയുമ്പോൾ നാളെ ഒരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.